വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. വൃദ്ധൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരനെ കണ്ടു. അപ്പോൾ വൃദ്ധൻ എന്ത് ചോദിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി. നീ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 2. സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഐക്യം. ക്വസ്റ്റ്യൻ നമ്പർ 3. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൻ ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദരിദ്രയായ ഒരു വിധവ എത്ര ചെമ്പുതുട്ടുകൾ ഇടുന്നതാണ് കണ്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 5. അവർ സ്വരമുയർത്തി യേശുവേ ഗുരോ ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. ആര്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, 10 കുഷ്ഠരോഗികൾ. ക്വസ്റ്റ്യൻ നമ്പർ 6. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ഡാഷ് ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശിഷ്യന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 7. അവരാകട്ടെ ഡാഷ് അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ക്രൂശിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 8. ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്നും വന്ന 20,000 ആരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഇസ്രായേൽക്കാരെ. ക്വസ്റ്റ്യൻ നമ്പർ 9. ആരാണ് കർത്താവിനെ പ്രീതിപ്പെടുത്തി ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഹെനോക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 10. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. ദൈവഭയമില്ലാത്തവൻ എന്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു? പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശാപത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 11. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് എന്തായിരിക്കണം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വിധേയരായിരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 12. എന്തിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു? ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. പ്രഭാഷകൻ 41 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, പൊടിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 13. ദൈവരാജ്യം ആരെപ്പോലുള്ളവരുടേതാണെന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ശിശുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 14.
രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മരണം. ക്വസ്റ്റ്യൻ നമ്പർ 15. അവർക്ക് വേഗം ഡാഷ് നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നീതി. ക്വസ്റ്റ്യൻ നമ്പർ 16. കുട്ടികളിൽ കോപം ഉളവാക്കരുത് എന്ന് പറയുന്നത് ആരോട്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പിതാക്കന്മാരോട്. ക്വസ്റ്റ്യൻ നമ്പർ 17. അവൻ പട്ടണത്തോടടുത്ത് എന്തിൻ്റെ ചെരുവിന് സമീപത്തെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവർത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഒലിവ് മലയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 18. നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരുമായ ഡാഷ് നിങ്ങളോടെല്ലാം പറയുന്നതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തിക്കിക്കോസ്. ക്വസ്റ്റ്യൻ നമ്പർ 19. അവർ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു, ഞാൻ അവൻ്റെ പുരോഹിതനാണ്, ആരോട് പറഞ്ഞു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യുവലേവ്യർ ദേശം നിരീക്ഷിക്കാൻ അയച്ച 5 പേരോട് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 20. എഫ്രായിം മലനാട്ടിൽ ഡാഷ് എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു. ന്യായാധിപന്മാർ 17 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, മിക്ക. ക്വസ്റ്റ്യൻ നമ്പർ 21. കുറ്റവാളികളായ മറ്റു എത്ര പേരെ കൂടി അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 2. ക്വസ്റ്റ്യൻ നമ്പർ 22. പൂർവ്വപിതാക്കന്മാരുടെ എന്താണ് അവരുടെ പിൻഗാമികളിൽ നിലനിൽക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഐശ്വര്യം. ക്വസ്റ്റ്യൻ നമ്പർ 23. തിമ്നായിൽ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു ഡാഷ് സാംസന്റെ നേരെ അലറി വന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സിംഹക്കുട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 24. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക, സ്നേഹിതരുടെ എന്ത് വിഭജിക്കുക? പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതൃസ്വത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 25. സാംസൺ അവിടെ വന്നിട്ടുണ്ടെന്ന് ഏത് നിവാസികൾ അറിഞ്ഞു? അവർ അവിടം വളഞ്ഞു. രാത്രി മുഴുവൻ പട്ടണവാതിൽക്കൽ പതിയിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഗാസ. ക്വസ്റ്റ്യൻ നമ്പർ 26. എപ്പോഴാണ് യേശു പട്ടണത്തിന് പുറത്തു പോയി ഒലിവമലയിൽ വിശ്രമിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, രാത്രിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 27. ദലീല സാംസണെ മടിയിൽ കിടത്തി ഉറക്കി ഒരാളെ കൊണ്ട് അവൻ്റെ തലയിലെ ഡാഷ് മുടിച്ചുരുളുകളും ക്ഷൗരം ചെയ്യിപ്പിച്ചു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 7. ക്വസ്റ്റ്യൻ നമ്പർ 28. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ ഡാഷ് നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്വർഗത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 29. സാംസണിന്റെ അഭ്യാസം കാണാൻ കെട്ടിടത്തിന് മേൽത്തട്ടിൽ ഏകദേശം എത്ര സ്ത്രീ പുരുഷന്മാർ ഉണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, 3000.
ക്വസ്റ്റ്യൻ നമ്പർ 30. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെ വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ എന്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അറിവ്. ക്വസ്റ്റ്യൻ നമ്പർ 31. കുറെ നാളത്തേക്ക് അവനത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ ഡാഷ് മാനിക്കുകയോ ചെയ്യുന്നില്ല. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനുഷ്യരെ. ക്വസ്റ്റ്യൻ നമ്പർ 32. ധനികനായ അധികാരി വചനഭാഗം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 33. സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ തിമ്നായിലേക്ക് പോയി. അവിടെ ഒരു മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന് നേരെ എങ്ങനെ വന്നു? ന്യായാധിപന്മാർ 14 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അലറി. ക്വസ്റ്റ്യൻ നമ്പർ 34. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം എപ്പോഴാണ് കല്ലറയുടെ അടുത്തേക്ക് പോയത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അതിരാവിലെ. ക്വസ്റ്റ്യൻ നമ്പർ 35. 12 പേരിൽ ഒരുവനും സ്കറിയാത്ത എന്ന് വിളിക്കപ്പെടുന്നവനുമായ യൂദാസിൽ ആര് പ്രവേശിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാത്താൻ. ക്വസ്റ്റ്യൻ നമ്പർ 36. ജഫ്ത ആരെയെല്ലാം ഒന്നിച്ചുകൂട്ടി എഫ്രായിമിനോട് യുദ്ധം ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഗിലെയാദുകാർ. ക്വസ്റ്റ്യൻ നമ്പർ 37. ജഫ്ത എവിടെ 6 വർഷം ന്യായപാലനം നടത്തി? ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ന്യായാധിപന്മാർ 12 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേൽ. ക്വസ്റ്റ്യൻ നമ്പർ 38. ആരെ വിട്ടയക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പീലാത്തോസ് ഒരിക്കൽ കൂടി അവരോട് സംസാരിച്ചു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, യേശുവിനെ. ക്വസ്റ്റ്യൻ നമ്പർ 39. ഒരു ലേവ്യനെ പുരോഹിതനായി ലഭിച്ചതുകൊണ്ട് ആരെന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു? ന്യായാധിപന്മാർ 17 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 40. ഫിലിസ്ത്യരുടെ ആര് അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നേതാക്കന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 41. അവൻ അവർക്ക് വാക്ക് കൊടുത്തു. ആരില്ലാത്തപ്പോൾ അവനെ ഒറ്റുകൊടുക്കാൻ അവൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ജനക്കൂട്ടം. ക്വസ്റ്റ്യൻ നമ്പർ 42. എങ്കിലും ഈ ഡാഷ് എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിധവ. ക്വസ്റ്റ്യൻ നമ്പർ 43. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഏത് ഗോത്രക്കാർ അധിവസിക്കാൻ അവകാശഭൂമി അന്വേഷിക്കുന്ന കാലമായിരുന്നു അത്? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ,
ദാൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. പങ്കാളിയും സഹയാത്രികനുമായി കണക്ക് തീർക്കുക. സ്നേഹിതരുടെ എന്ത് വിഭജിക്കുക. പ്രഭാഷകൻ 42 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പിതൃസ്വത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 45. ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ആരോടാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കുഞ്ഞുങ്ങളോട്. ക്വസ്റ്റ്യൻ നമ്പർ 46. അവർക്ക് വേഗം നീതി നടത്തിക്കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, വിശ്വാസം. ക്വസ്റ്റ്യൻ നമ്പർ 47. നല്ല പ്രവൃത്തികൾക്ക് തക്ക എന്ത് കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പ്രതിഫലം. ക്വസ്റ്റ്യൻ നമ്പർ 48. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെ ആയിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും എന്ത് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വീട്. ക്വസ്റ്റ്യൻ നമ്പർ 49. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും എന്തുയർത്തും എന്നാണ് യേശു പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, തല. ക്വസ്റ്റ്യൻ നമ്പർ 50. അവൻ കൈകൾ വെച്ച് ഡാഷ് ശിശുക്കളെ അവൻ്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവൻ്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, അനുഗ്രഹിക്കേണ്ടതിന്. ക്വസ്റ്റ്യൻ നമ്പർ 51. അന്ന് അവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുക എന്നും കുന്നുകളോട് ഞങ്ങളെ ഡാഷ് എന്നും പറയാൻ തുടങ്ങും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, മൂടിക്കളയുക. ക്വസ്റ്റ്യൻ നമ്പർ 52. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമിൻ വൃക്ഷത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ഡാഷ്. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, അനുസരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 53. ആരുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു? അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ന്യായാധിപന്മാർ 15 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, കർത്താവിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 54. പാപികളുടെ പിൻതലമുറ എന്തിനു പാത്രമാകും എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, നിത്യനിന്ദയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 55. എങ്കിലും ഈ ഡാഷ് എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, വിധവ. ക്വസ്റ്റ്യൻ നമ്പർ 56. ആരാണ് തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ക്രിസ്തു. ക്വസ്റ്റ്യൻ നമ്പർ 57. എന്തുപോലെയാണ് സഹോദരന്മാർ ശിമയോനെ ചുറ്റി നിന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പൂമാല പോലെ. ക്വസ്റ്റ്യൻ നമ്പർ 58. സോറായിൽ ദാൻ ഗോത്രക്കാരനായ ആര് എന്നൊരാൾ ഉണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക് മക്കളില്ലായിരുന്നു. ന്യായാധിപന്മാർ 13 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, മനോബ. ക്വസ്റ്റ്യൻ നമ്പർ 59. ഇസ്രായേലിൻ്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ആരുടെ പേർ ആ സ്ഥലത്തിന് അവർ നൽകി? ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ
18 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദാനിന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 60. യേശു ദിവസവും ദേവാലയത്തിൽ എന്ത് ചെയ്തിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പഠിപ്പിച്ചിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 61. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ഡാഷ് വരുന്നു. പ്രഭാഷകൻ 42 നിന്ന് കണ്ടെത്തുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടത. ക്വസ്റ്റ്യൻ നമ്പർ 62. പാപികളുടെ ആരുടെ അവകാശം നശിച്ചു പോകും? പ്രഭാഷകൻ 41 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സന്താനങ്ങളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 63. അവിശ്വസ്തയായ ഡാഷ് നിലയ്ക്ക് നിർത്തുന്നതും നന്ന്, അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതും നന്ന്. പ്രഭാഷകൻ 42 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഭാര്യയെ. ക്വസ്റ്റ്യൻ നമ്പർ 64. യേശു ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് എന്ത് യാചിക്കുന്നുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഭിക്ഷ. ക്വസ്റ്റ്യൻ നമ്പർ 65. ആരെയും സ്ത്രീകളെയും കൊണ്ട് കെട്ടിടം നിറഞ്ഞിരുന്നു. ന്യായാധിപന്മാർ 16 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, പുരുഷന്മാരെയും. ക്വസ്റ്റ്യൻ നമ്പർ 66. എത്ര ദിവസം ആയിട്ടും കടംകഥയുടെ പൊരുൾ അവർക്ക് പിടികിട്ടാഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, 3. ക്വസ്റ്റ്യൻ നമ്പർ 67. മിക്ക ലേവിനെ പുരോഹിതനായി അവരോധിച്ചു. അങ്ങനെ ആ യുവാവ് മിക്കായുടെ എവിടെ പുരോഹിതനായി താമസമാക്കി? ന്യായാധിപന്മാർ 17 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഭവനത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 68. ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല, ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ്. ന്യായാധിപനായ കർത്താവ് ഇസ്രായേലിയർക്കും അമോര്യർക്കും ഇടയ്ക്ക് ന്യായവിധി നടത്തട്ടെ. ഈ സന്ദേശം ആരുടേതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ജഫ്ത. ക്വസ്റ്റ്യൻ നമ്പർ 69. കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദൈവദൂതന്മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 70. ജനം പിറ്റേ ദിവസം എപ്പോൾ ഒരു ബലിപീഠം നിർമ്മിച്ച് അതിൽ ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു? ന്യായാധിപന്മാർ 21 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുലർച്ചയ്ക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 71. മോശയുടെ ആരായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ന്യായാധിപന്മാർ 18 പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പുത്രനായ. ക്വസ്റ്റ്യൻ നമ്പർ 72. ദിവസത്തിൽ ഡാഷ് അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യം തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, 7 പ്രാവശ്യം. ക്വസ്റ്റ്യൻ നമ്പർ 73. എങ്ങനെയുള്ള ദാസന് തക്ക ശിക്ഷ കൊടുക്കുക? ഇവയൊന്നിലും നീ ലജ്ജിക്കേണ്ട. പ്രഭാഷകൻ 42 അധ്യായം 5 വാക്യത്തിൽ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ദുഷ്ടനായ. ക്വസ്റ്റ്യൻ നമ്പർ 74. ആയിടെ ഡാഷ് ഒരു കഴുതയുടെ താടിയല്ലേ കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചത്ത. ക്വസ്റ്റ്യൻ നമ്പർ 75.
ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ശപഥം. ക്വസ്റ്റ്യൻ നമ്പർ 76. വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കേണ്ടത് ആരോട്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, അയൽക്കാരനോട്. ക്വസ്റ്റ്യൻ നമ്പർ 77. കർത്താവ് ആരുടെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, അഹറോന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 78. അത്യുന്നതന്റെ നിയമം അവിടുത്തെ ഡാഷ് അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഉടമ്പടി. ക്വസ്റ്റ്യൻ നമ്പർ 79. അപ്പോൾ ജഫ്ത തന്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് നിന്ന് താമസിച്ചു. ഒരു ഡാഷ് അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, നീചസംഘം. ക്വസ്റ്റ്യൻ നമ്പർ 80. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും ഡാഷ് അടുത്തു വന്ന് ഭർത്താവായ മനോവ അവളോടുകൂടെ ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്ത്രീയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 81. ബെഞ്ചമിൻ ഗോത്രക്കാർ എവിടെ നിന്നും വന്ന 20,000 ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി? ന്യായാധിപന്മാർ 20 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ഗിബെയയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 82. എവിടുത്തെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഇസ്രായേലിലെ. ക്വസ്റ്റ്യൻ നമ്പർ 83. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ഡാഷ് പേർ ആ സ്ഥലത്തിന് അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ന്യായാധിപന്മാർ 18 നിന്ന് പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ദാനിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 84. നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പണിതുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് പ്രഭാഷകൻ പറയുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, നെഹമിയ. ക്വസ്റ്റ്യൻ നമ്പർ 85. ആ ഡാഷ് ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്നപേക്ഷിക്കുമായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പട്ടണത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 86. ഡാഷ് രാജവാഴ്ച ഇല്ലാതിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യൻ യൂദായിലെ ഒരു ബേത്ലഹേംകാരിയെ ഉപനാരിയെ സ്വീകരിച്ചു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ഇ, ഇസ്രായേലിൽ. ക്വസ്റ്റ്യൻ നമ്പർ 87. ആരുടെ സന്താനങ്ങളാണ് മ്ലേച്ഛ സന്തതികൾ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, പാപികളുടെ. ക്വസ്റ്റ്യൻ നമ്പർ 88. ആരാണ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 89. ഫിലിസ്ത്യരുടെ നേതാക്കന്മാർ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സാംസനെ നീ എന്ത് ചെയ്യണം? ന്യായാധിപന്മാർ 16 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, വശീകരിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 90. അവനിത് പറഞ്ഞതിന് ശേഷം എവിടേക്കുള്ള യാത്ര തുടർന്നു?
ക്വസ്റ്റ്യൻ നമ്പർ 91. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് ഡാഷ് എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, എതിരാളിക്കെതിരെ. ക്വസ്റ്റ്യൻ നമ്പർ 92. ആരുടെ ആലയം ഷീലോയിലായിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ദൈവത്തിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 93. മോശയുടെ പുത്രനായ ആരുടെ പുത്രൻ ജോനാഥാനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു? ന്യായാധിപന്മാർ 18 പറയുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഗർഷോമിൻ്റെ. ക്വസ്റ്റ്യൻ നമ്പർ 94. തന്നെ മുമ്പാകെ എന്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, സ്നേഹത്തിൽ. ക്വസ്റ്റ്യൻ നമ്പർ 95. നീ ഗർഭം ധരിച്ച് ഒരു ഡാഷ് പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് ആശീർവദക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ന്യായാധിപന്മാർ 13 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, പുത്രനെ. ക്വസ്റ്റ്യൻ നമ്പർ 96. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിലായിരിക്കുമ്പോൾ ഡാഷ് വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോടുകൂടി ഉണ്ടായിരുന്നില്ല. ന്യായാധിപന്മാർ 13 പൂരിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ദൈവദൂതൻ. ക്വസ്റ്റ്യൻ നമ്പർ 97. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന് അച്ചാരം ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, പരിശുദ്ധാത്മാവ്. ക്വസ്റ്റ്യൻ നമ്പർ 98. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് ആശീർവദക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുവാൻ ആരംഭിക്കും. ആരെ പറ്റിയാണ് കർത്താവിൻ്റെ ദൂതൻ ഇത് പറഞ്ഞത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സാംസൺ. ക്വസ്റ്റ്യൻ നമ്പർ 99. അത്യുന്നതന്റെ അവിടുത്തെ ഉടമ്പടി അപരാധനെ കുറ്റം വിധിക്കുക. പ്രഭാഷകൻ 42 വിട്ടുപോയ ഭാഗം ചേർക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 100. ഏതിറക്കത്തിൽ വെച്ചാണ് ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി, ബത്ഹോറോൻ. നന്ദി. വചനവയൽ ഒരുക്കുന്ന 2025 ലോഗോസ് ക്വിസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പഠനഭാഗം വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയും പ്രഭാഷകൻ 41 മുതൽ 50 വരെയും ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയും വിശുദ്ധ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 1 മുതൽ 6 വരെയുമാണ്. വചനവയലിലെ ലോഗോസ് ക്ലബിൽ അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും സിലബസിന്റെ അടിസ്ഥാനത്തിലും 100 കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. വചനവയൽ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മോഡൽ ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. www.vajanavayal.com എന്ന സൈറ്റിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും വചനവയൽ ആപ്പ് ലഭിക്കുന്നതാണ്.